Hey Siri. Everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് ഏകദേശം 1.69 GB ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും. അത് നിങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS 9 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 16 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, macOS Ventura ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി HomePodOS 16 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ iOS 16 ബീറ്റ 2 വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആപ്പിൾ റിലേറ്റഡ് ആയ പുതിയ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും അതേപോലെ ന്യൂസും നിങ്ങൾക്കറിയാനായി നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമ്മുടെ iOS 16 ബീറ്റ 2 ബിൽ നമ്പർ എന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ iOS വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 16 20A5303I എന്ന്. അതായത് നമ്മൾ ഇനിയും കുറേ ബീറ്റകൾ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് എത്താൻ. പിന്നീട് ഈ ഒരു ബീറ്റ 2ൽ നമുക്ക് പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനും വന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇഷ്യൂസൊക്കെ നമുക്ക് ഈ ഒരു ബീറ്റയിൽ റിസോൾവ് ആയി പോയിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ വാൾപേപ്പർ പിക്കറാണ്. വാൾപേപ്പർ പിക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ നമ്മുടെ വാൾപേപ്പേഴ്സ് എന്ന ഓപ്ഷൻ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനും നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ബീറ്റ 1ൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, നമുക്ക് കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ആഡ് ന്യൂ വാൾപേപ്പർ എന്ന ഓപ്ഷനിൽ നമ്മളിപ്പോൾ ആസ്ട്രോണമിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഒരു ഗ്രീൻ ഡോട്ടിലായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതും ഈ ഒരു നമ്മുടെ ബീറ്റ 2ൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ iOS 16 നമുക്കിനി ലോക്ക് സ്ക്രീനിൽ നിന്ന് നമ്മുടെ വാൾപേപ്പർ പിക്കർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാൾപേപ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും. പിന്നീട് വന്ന മാറ്റമാണ് നമ്മുടെ iOS 16 കീനോഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പല ഫിൽറ്റേഴ്സ്. ആ ഫിൽറ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ iOS 16 ബീറ്റ 2ൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നാച്ചുറൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമൊന്നും ബീറ്റ 1ൽ ഉണ്ടാകും. പക്ഷേ ഇനി നമുക്ക് ഡുവോ ടോൺ അതേപോലെ കളർ വാഷ് എന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. പിന്നീട് വന്ന ഒരു ചേഞ്ചാണ് നമുക്കിപ്പോൾ പിഞ്ച് ടു ക്രോപ്പ് എന്ന ഓപ്ഷൻ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും വാൾപേപ്പർ നമുക്ക് പിഞ്ച് ചെയ്യുന്നത് ആ ഒരു കറക്റ്റ് സൈസിലേക്ക് ആക്കാനുള്ള ആ ഒരു ഓപ്ഷനും നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 2ൽ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറി ആൻഡ് സെർച്ചിലാണ്. നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ സിറി ആൻഡ് സെർച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, സിറി കോൾ ഹാങ് അപ്പ് എന്ന ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷനിൽ അവർ പറയുന്നുണ്ട് ഐഫോൺ 11 ടു ന്യൂവർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ എയർപോഡ്സോ അല്ലെങ്കിൽ സിറി ഇൻ്റഗ്രേറ്റഡ് ആയ ബീറ്റ്സിൻ്റെ ഹെഡ്സെറ്റോ ഉള്ളവർക്ക് നമ്മുടെ ഫോൺ നമുക്ക് കോൾ ചെയ്യുമ്പോൾ സിറി ഉപയോഗിച്ച് കോള് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫോൺ എടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. ആ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ഓപ്ഷൻ വന്നോടെ മാറിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ മാറ്റം വന്ന് നമ്മുടെ സഫാരിലാണ്. സഫാരിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് കാണുകയാണെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് കാണുന്ന ആ ഒരു ഇൻ്റർഫേസിലും അതേപോലെ സ്ക്രബിലും നമുക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ സ്ക്രീനിൽ എവിടെ ടാപ്പ് ചെയ്താലും നമുക്ക് ആ ഒരു കോണ്ടൻറ്റ് സ്ക്രബ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും എഫിഷ്യൻ്റായിട്ടും അത് ഒട്ടും ലാഗില്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രബിങ് നടക്കുന്നതുമാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ നമ്മുടെ ആപ്പിൾ ഐ ഡിയിൽ നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് വന്ന ഫീച്ചർ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ.
ഇതിൽ നമ്മുടെ ഗഡ്ച ഈ ഒരു സംഭവമില്ലേ, നമ്മുടെ ഒരു മെനക്കേടുള്ള പരിപാടി. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ കയറുമ്പോൾ നമ്മൾ കുറേ കോഡൊക്കെ അടിക്കുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ A, സ്മോൾ ലെറ്റർ B, അതിന് 2, 3 അങ്ങനെ കുറച്ച് ഗപ്ച നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ഇനി മുതൽ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാര്യം ബൈപ്പാസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ iOS 16-ൽ നമ്മുടെ ഡിവൈസും നമ്മുടെ പ്രൊഫൈലും ഓട്ടോമാറ്റിക്കലി ബൈപ്പാസ് ചെയ്ത് ആ ഒരു ഗപ്ച നമുക്ക് ഓട്ടോമാറ്റിക്കലി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ iOS 16 വന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. പിന്നീട് വന്ന ഫീച്ചർ നമ്മുടെ ഗെയിമിംഗ് മോഡിലാണ്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ iOS 16 നമുക്കിപ്പോൾ ബഡി കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഡിവൈസിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് നമ്മുടെ ഗെയിമിംഗ് ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് മൾട്ടിപ്ലെയറായിട്ട് നമുക്ക് ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ ആ ഒരു ബഡി കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമുക്കൊരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ആക്സസിബിലിറ്റിയിൽ നമുക്കിനി ഒരു ഗെയിം മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കും, വേറെ ലെവലാവും. പിന്നീട് നമ്മുടെ സ്പോർട്സ് സെർച്ചിൽ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഫീഡ്ബാക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് സെർച്ച് കുറച്ചും കൂടെ ആക്യുറേറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്പോർട്സ് സെർച്ച് വരുന്നുണ്ട്. നേരത്തെ iOS 16 ബീറ്റ 1-ൽ കുറച്ചും കൂടെ ലാഗി ആയിരുന്നു, അതുപോലെ കുറച്ചും കൂടെ ക്ലംസി ആയിരുന്നു. നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു പിരിപിരിപ്പ് ഫീലായിരുന്നു നമ്മുടെ ബീറ്റ 1-ൽ നമുക്ക് കിട്ടിയത്. പിന്നീട് നമ്മുടെ സ്റ്റോറേജ് ബഗ്ഗിൻ്റെ കാര്യം നോക്കുമ്പോൾ സ്റ്റോറേജ് ബഗ് നമ്മുടെ എല്ലാ ഡിവൈസിലും ഇപ്പോൾ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ iOS 16 ബീറ്റ 1ഉം 2 ഇടുന്ന ഡിവൈസിൽ നമ്മുടെ സ്റ്റോറേജ് അത്യാവശ്യം നല്ല കണ്ടമാനം നല്ല വലിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർക്കുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയും നോക്കുകയാണെങ്കിൽ എൻ്റെ iOS ഡാറ്റ 6.4 GB ആണ്. ഇപ്പോൾ നമ്മൾ സിസ്റ്റം ഡാറ്റ നോക്കുമ്പോൾ 464.6 MB ആണ് സിസ്റ്റം ഡാറ്റ ഉള്ളത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ, അവിടെ നമ്മൾ സ്റ്റോറേജിൻ്റെ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ലോഡ് ചെയ്താൽ നമുക്ക് താഴത്തേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് നോക്കാമല്ലോ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ. നമുക്കിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം, അതൊന്ന് ലോഡായി നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഡാറ്റ കാണിക്കുമ്പോൾ പിന്നെയും ചെറിയൊരു സ്ലൈറ്റ് ചേഞ്ച് നമുക്കിവിടെ കാണാം. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ സിസ്റ്റം ഡാറ്റയും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ കൂടുതലും iOS-നാണ് ഡാറ്റ അവർ കൺസ്യൂം ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും റിസോൾവ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു സ്റ്റോറേജ് കയറി ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട്. അടുത്ത കാര്യമാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഓവർ ഹീറ്റിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഒരു അപ്ഡേഷൻ ചെയ്യുന്ന നേരം ഫോൺ പ്ലഗ് ഇൻ ചെയ്തിട്ടാണ് ഇട്ടിരുന്നത്. ആ ഒരു സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നീട് ചില സമയത്ത് നമ്മുടെ വീഡിയോ കോണ്ടൻറ്റ് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് സഫാരിലായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു കോണ്ടൻറ്റ് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഡിവൈസ് അത്യാവശ്യം ചൂടാവുന്നുണ്ട്. പക്ഷേ ബീറ്റ 1-നെക്കാട്ടും ചൂട് കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമുക്കിനി ഗ്രാജുവലി നമ്മുടെ ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബീറ്റ 1-നെക്കാട്ടും കുറച്ചും കൂടെ സ്മൂത്തറായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സ്പോർട്സ് സെർച്ചൊക്കെ കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ iOS 16 ബീറ്റ 2-ൻ്റെ റിസൾട്ട് നമുക്ക് നമ്മുടെ സിംഗിൾ കോറിൽ 1303-ഉം മൾട്ടി കോറിൽ 3186-ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്കിപ്പോൾ iOS 16 ബീറ്റ 2-ൽ ലഭിക്കുന്നുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് നോക്കാം. പിന്നീട് നമ്മുടെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ കൂട്ടുകാരോട് പറയാറുണ്ട്, ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല, കാരണം അത് ജെന്യുവൻ ആയിരിക്കില്ല. കാരണം ബാറ്ററി ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെയും യൂസ് അനുസരിച്ചാണ് ബാറ്ററി ഹെൽത്ത് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ബാറ്ററി ഹെൽത്ത് 91% ഉണ്ട്. ചില കൂട്ടുകാർക്ക് ഈ ഒരു കാര്യം പെട്ടെന്ന് ഡിമിനിഷ് ചെയ്യും, ചില കൂട്ടുകാർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പീക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഓരോ ആൾക്കാരുടെ യൂസിങ് പോലെയാണ്. പക്ഷേ iOS 16 ബീറ്റ 2 റിലീസ് ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ബാറ്ററി പെർഫോമൻസ് അറിയണമെങ്കിൽ മിനിമം ഞാൻ 2, 3, 4 ദിവസം നമ്മുടെ ഈ ഒരു OS-ലിട്ട് നമ്മുടെ ഡിവൈസ് റൺ ചെയ്ത് ഞാൻ ഔട്ട്ഡോറും ഇൻഡോറും എല്ലാം യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസ് എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി പെർഫോമൻസ്
ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എനിക്ക് പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെ പൊതുവെ ആരും പറയാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു എസ്റ്റിമേറ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയാറ്. അടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബേറ്റ 3 അല്ലെങ്കിൽ പബ്ലിക് ബേറ്റ എന്നിറങ്ങുന്നതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. നമ്മുടെ ആപ്പിൾ ഒഫീഷ്യലി പറഞ്ഞായിരുന്നു പബ്ലിക് ബേറ്റ നമുക്ക് ജൂലൈയിലാണ് റിലീസ് ചെയ്യാവുന്നത്. അപ്പം മിക്കവാറും നമുക്ക് ഒഫീഷ്യലായിട്ട് ഡെവലപ്പർ ബേറ്റ 3 റിലീസ് ആവുന്നത് ഒന്നെങ്കിൽ നമ്മുടെ സെക്കൻഡ് വീക്കിൽ അല്ലെങ്കിൽ തേർഡ് വീക്കിലായിരിക്കും നമുക്ക് ഡെവലപ്പർ ബേറ്റയും അതേപോലെ പബ്ലിക് ബേറ്റയും നമുക്ക് റിലീസ് ആവാനുള്ള ചാൻസ്. നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ iOS 16 കിട്ടുന്നത് നമുക്ക് സെപ്റ്റംബറിൽ വരുന്ന ആ ഒരു ഇവൻറ്റിലായിരിക്കും. നമുക്ക് ഒന്നെങ്കിൽ ലാസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ മിഡ് സെപ്റ്റംബർ ആയിട്ടായിരിക്കും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റും കിട്ടാൻ പോകുന്നത്. പിന്നെ എനിക്ക് iOS 16 ബേറ്റ 1 യൂസ് ചെയ്തപ്പോൾ വന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗൂഗിൾ പേ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഗൂഗിൾ പേ എപ്പോഴും ക്രാഷ് ആവുന്നു. എൻ്റെ ഫിനാൻസ് ചെയ്യാവുന്ന അതായത് ബാങ്കിങ്ങിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HDFC ആണെങ്കിലും കോട്ടക് ആണെന്നും എൻ്റെ ബാങ്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ക്രാഷായി പോകും. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ എൻ്റെ ബാങ്ക് ആപ്ലിക്കേഷൻ എപ്പോൾ എടുത്താലും അപ്പോൾ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ക്രാഷ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് നമ്മുടെ ബേറ്റ റൺ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ട്. ആ ഒരു കാര്യമില്ലാതെ വേറൊരു ഡിവൈസിനായിട്ടുള്ള വല്ല പ്രശ്നമൊന്നും എനിക്ക് ഇത്രയും നേരമായിട്ട് നമ്മുടെ iOS 16 റൺ ചെയ്തിട്ട് ബേറ്റ റൺ ചെയ്തിട്ട് ഒരു പ്രശ്നവും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിൽ ബേറ്റ റൺ ചെയ്തിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്തായിട്ട് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ഡെവലപ്പർ ബേറ്റ 2ൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ അവർക്കിതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ആപ്പിൾ റിലേറ്റഡ് ആയ എല്ലാ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. ആൻഡ് എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താത്തുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം. And thank you so much for watching this whole video. This is your Signing from Evika.